വിവാഹം കഴിക്കാൻ അന്യനാട്ടിലെ പുരുഷന്മാരെ തിരിയുന്ന സ്ത്രീകളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചില രാജ്യങ്ങളിൽ പോയി കല്യാണം കഴിച്ച് താമസിച്ചാൽ ഇങ്ങോട്ട് പണം കിട്ടുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ലോകത്തുള്ള പല രാജ്യങ്ങളിലെയും സ്ത്രീകൾ ഒരു പാർട്ണറെ കണ്ടെത്തുന്നതിനു വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് പാർട്ണറെ കണ്ടെത്തണമെന്നാണ് ചിലർ ആലോചിക്കുന്നത്. ചില രാജ്യങ്ങളിൽ അവിടെയുള്ള 46% സ്ത്രീകളും ഇപ്പോഴും അവിവാഹിതരാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. 40ാമത്തെ ഏജിൽ പോലും യാതൊരു റിലേഷൻഷിപ്പും ഇല്ലാത്ത സ്ത്രീകളും പല രാജ്യങ്ങളിലുമുണ്ട്. സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ പുരുഷന്മാരെ ആവശ്യമുള്ള 10 രാജ്യങ്ങളെയും അവയിൽ ഇങ്ങോട്ട് പണം നൽകുന്ന രാജ്യങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നോർവേ ഒരു രാജ്യമാണ്. നോർവേ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾക്കും അതുപോലെ തന്നെ സോഷ്യൽ പോളിസിക്കും പേരുകേട്ട രാജ്യം കൂടിയാണിത്. ഓസ്ലോവാണ് ഇതിന്റെ തലസ്ഥാനം. 5 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. സ്ത്രീകൾ ഏകദേശം 50%, പുരുഷന്മാർ ഏകദേശം 49%മാണ് ഇവിടെയുള്ളത്. ഇതിന്റെ ഒരു പ്രധാന കാരണം നോർവേയിൽ പുരുഷന്മാരുടെ ശരാശരി ആയുസ് 80 വയസ്സ് വരെയാണ്. എന്നാൽ സ്ത്രീകൾക്ക് ശരാശരി ആയുസ് 84 വയസ്സ് വരെയുണ്ട്. നോർവീജിയൻ സ്ത്രീകൾ നാച്ചുറൽ ലുക്കിലും നാച്ചുറൽ ഹെയർ കളേഴ്സിലും പേരുകേട്ടവരാണ്. കൂടാതെ അവർ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും പലപ്പോഴും യൂണിവേഴ്സിറ്റി എൻറോൾമെന്റുകളിലും ബിരുദ നിരക്കുകളിലും പുരുഷന്മാരെ മറികടക്കുന്നവരുമാണ്. പുരുഷന്മാർ കുറവായതുകൊണ്ട് തന്നെ നോർവേയിൽ സ്ത്രീകൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരുമായി വിവാഹബന്ധത്തിന് ശ്രമിക്കുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഓൺലൈൻ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകളും ഡിജിറ്റൽ കണക്ടിവിറ്റിയും എല്ലാം വ്യക്തികൾക്ക് അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് കണ്ടുമുട്ടാനും കണക്ട് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ എളുപ്പമാക്കി കഴിഞ്ഞു. നോർവേയിലെ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവിടെ താമസിച്ചാൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കിട്ടും. ശ്രീലങ്ക പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ ജനസംഖ്യ കൂടുതലുള്ള ഒരു രാജ്യമാണ് ശ്രീലങ്ക. വൈബ്രന്റ് കൾച്ചറിനും റിച്ച് ഹിസ്റ്ററിക്കും പേരുകേട്ട ഒരു രാജ്യം കൂടിയാണിത്. പുരാതന ബുദ്ധക്ഷേത്രങ്ങൾ മുതൽ കേൻഡിസാല പെരകര പോലെയുള്ള ഉത്സവങ്ങൾ വരെ ശ്രീലങ്കയുടെ സാംസ്കാരിക പൈതൃകം ശ്രദ്ധേയമാണ്. ട്രഡീഷനും മോഡേണിറ്റിയും കൂടിക്കലർന്നവരാണ് ഇവിടെയുള്ള സ്ത്രീകൾ. വിദ്യാഭ്യാസത്തിലും ഇവർ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ ഉന്നത പഠനം നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിലും അവർ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ശ്രീലങ്കൻ സ്ത്രീകൾ നാച്ചുറൽ ബ്യൂട്ടിക്കും മികച്ച പെരുമാറ്റത്തിനും പേരുകേട്ടവരാണ്. ജനസംഖ്യയുടെ 51% സ്ത്രീകളും ഏകദേശം 49% പുരുഷന്മാരുമാണ് ഇവിടെയുള്ളത്. പുരുഷന്മാരെ അപേക്ഷിച്ച് ഇവിടെ സ്ത്രീകളുടെ മരണനിരക്ക് കുറവാണ്. അതുപോലെ തന്നെ വിദേശത്ത് തൊഴിലവസരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർ കൂടുതലായി പോകുന്നതും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ വർദ്ധിക്കാൻ കാരണമായി. ജപ്പാൻ സാമ്പത്തികമായി പുരോഗമിച്ച ഒരു രാജ്യമാണ് ജപ്പാൻ. എന്നാൽ പുരുഷന്മാരുടെ കുറവ് കാരണം ഇവിടെ അവിവാഹിതരായ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ജാപ്പനീസ് സ്ത്രീകൾ സ്ലിമ്മും പ്രറ്റിയുമാണ്. ജാപ്പനീസ് സ്ത്രീകൾ സ്കിൻ കെയറിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ട്. നാച്ചുറലും ഹെൽത്തിയുമായിട്ടുള്ള നിറം കൂട്ടാൻ മോയ്സ്ചറൈസും സൺസ്ക്രീൻസും എല്ലാം ഉപയോഗിക്കാറുണ്ട്. ശക്തമായ ഫാമിലി വാല്യൂസ് ജാപ്പനീസ് സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. യോജിപ്പുള്ള കുടുംബാന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ പറ്റിയ പങ്കാളികളെയാണ് അവിടെയുള്ള സ്ത്രീകൾ തിരയുന്നത്. ഇവിടെയുള്ള ജനസംഖ്യയുടെ 49% പുരുഷന്മാരും 51% സ്ത്രീകളുമാണ്. ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രായക്കൂടുതലുള്ള ആളുകൾ താമസിക്കുന്നതും ജപ്പാനിലാണ്. പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ജനന നിരക്കും വളരെയധികം കുറവാണ്. ജപ്പാനിലെ ചില ഗ്രാമപ്രദേശങ്ങളിലേക്ക് താമസം മാറുകയും അവിടെയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച് കുടുംബം തുടങ്ങുകയും ചെയ്യുന്ന ദമ്പതികൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഹംഗറി മധ്യ യൂറോപ്പിലാണ് ഹംഗറി സ്ഥിതി ചെയ്യുന്നത്. വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സിവിലൈസേഷനും അതുപോലെ തന്നെ സമ്പന്നമായ കൾച്ചറൽ ഹിസ്റ്ററിക്കും പേരുകേട്ട സ്ഥലം കൂടിയാണിത്. സ്ത്രീകൾ ഏകദേശം 51%, പുരുഷന്മാർ ഏകദേശം 49%മാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ആയുസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടേതിനേക്കാൾ കൂടുതലാണ്. ഇവിടെയുള്ള സ്ത്രീകൾ എഡ്യൂക്കേറ്റഡും നല്ല ബുദ്ധിയുള്ളവരുമാണ്. ബിസിനസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ടെക്നോളജി തുടങ്ങിയ വിവിധ മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ മേഖലകളിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും കുടുംബ ബന്ധങ്ങൾക്കും ഇവർ നല്ല മൂല്യം നൽകാറുണ്ട്. ശക്തമായ കുടുംബ പാരമ്പര്യം നിലനിർത്താൻ പേരുകേട്ടവരാണ് ഇവിടെയുള്ള സ്ത്രീകൾ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സ്ഥലം കൂടിയാണ് ഹംഗറി. ഡാർക്കും ഇളം നിറത്തിലുള്ളതുമായ മുടിയാണ് ഇവിടെയുള്ള സ്ത്രീകളുടേത്. അതുപോലെ ഹംഗേറി സ്ത്രീകൾക്ക് പലപ്പോഴും സ്ലാവിക് മെഡിറ്ററേനിയൻ മിക്സഡ് സ്വഭാവമുണ്ട്. ഹംഗറിയിലെ ഗ്രാമങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത് താമസമാക്കുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കിട്ടും. ജോർജിയയിലും പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെ അപേക്ഷിച്ച് കുറവാണ്. ചരിത്രപരവും സാമൂഹികവും സാമ്പത്തികവുമായ പല കാരണങ്ങളുടെയും ഫലം കൂടിയാണിത്. ആഭ്യന്തര കലഹങ്ങൾ ഉൾപ്പെടെയുള്ള പല മുൻകാല യുദ്ധങ്ങളും സംഘടനകളുമെല്ലാം പുരുഷന്മാരുടെ എണ്ണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്.
മികച്ച സാമ്പത്തിക അവസരങ്ങൾ തേടി ഇവിടെയുള്ള പല പുരുഷന്മാരും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ അമിത മദ്യപാനവും മറ്റ് അപകടങ്ങളും ജീവിതശൈലിയും എല്ലാം മരണനിരക്ക് കൂട്ടുകയും ചെയ്തു. പുരുഷന്മാരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും സ്ത്രീകൾ വെല്ലുവിളി നേരിടുകയാണ്. ഇവിടെയുള്ള മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 52% സ്ത്രീകളും 48% പുരുഷന്മാരുമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വിവാഹത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. ലുധിയാന യൂറോപ്പിലാണ് ലുധിയാന സ്ഥിതി ചെയ്യുന്നത്. നാടോടി സംഗീതത്തിലും നൃത്തത്തിലും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലുമെല്ലാം ലുധിയാനിയൻ സംസ്കാരം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെയുള്ള സ്ത്രീകൾ വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളവരുമാണ്. ബിസിനസ്സിലും ടെക്നോളജി മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഇവർ കുടുംബ ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. ജോലിയും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഇവർക്ക് പ്രത്യേകം കഴിവുണ്ട്. നാച്ചുറൽ ബ്യൂട്ടിക്ക് പേരുകേട്ടവരാണ് ഇവിടെയുള്ള സ്ത്രീകളിൽ ഭൂരിഭാഗവും. നല്ല ഉയരമുള്ള സ്ലിമ്മായിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെയുള്ള സ്ത്രീകളുടേത്. ലിഥിയാനയിലെ ജനസംഖ്യയിൽ ഏകദേശം 47% പുരുഷന്മാരും 52% സ്ത്രീകളുമാണുള്ളത്. സ്ത്രീകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പുരുഷന്മാരെ തിരയുകയാണ്. ലിഥിയാനയിലെ കുടുംബങ്ങൾക്കും ഗ്രാമീണ കുടിയേറ്റക്കാർക്കും സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട്. റഷ്യയിലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് കൂടുതൽ. ഇതിന്റെ ഒരു പ്രധാന കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയിൽ പുരുഷന്മാരുടെ എണ്ണത്തിൽ നല്ല കുറവ് വന്നതാണ്. അതുകൂടാതെ മദ്യപാനവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള ജീവിതശൈലിയും എല്ലാം പുരുഷന്മാരുടെ എണ്ണം കുറയാൻ കാരണമായിട്ടുണ്ട്. ഇവിടെയുള്ള പുരുഷന്മാർ അളവിൽ കൂടുതൽ മദ്യപിക്കുകയും അതുപോലെ തന്നെ പുകവലിക്കുകയും ചെയ്യാറുണ്ട്. അതെല്ലാം അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. വിവാഹത്തിന്റെ കാര്യം വരുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതലായി സ്ത്രീകളാണ് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ സ്ത്രീകൾ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും എഞ്ചിനീയറിംഗ് രംഗത്തും ആർട്ടിലും ആരോഗ്യ സംരക്ഷണത്തിലുമൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നവരുമാണ്. റഷ്യയിലെ ജനസംഖ്യ നിലവിൽ 143 മില്യൺ വരും. ഇതിൽ ഏകദേശം 53% സ്ത്രീകളും ഏകദേശം 46% പുരുഷന്മാരുമാണുള്ളത്. ബെലാറസ് കിഴക്കൻ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് ബെലാറസ്. ഇവിടെയും സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ. ഏകദേശം 46% പുരുഷന്മാരുള്ള ഈ സ്ഥലത്ത് 53% സ്ത്രീകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്ത്രീകൾ രാജ്യത്തിന് പുറത്തുനിന്ന് ആരെയെങ്കിലും വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിതരായിരിക്കുകയാണ്. ഇവിടെയുള്ള സ്ത്രീകൾ അവരുടെ സൗന്ദര്യത്തിലും കുടുംബത്തോടുള്ള ആത്മാർത്ഥതയിലും പേരുകേട്ടവരാണ്. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം നേടിയവരും സക്സസ്ഫുൾ കരിയർ ഫോളോ ചെയ്യുന്നവരുമാണ്. ലാറ്റ്വിയ വടക്കൻ യൂറോപ്പിലെ ബോൾട്ടിക് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. ഇതിന്റെ ഒരു പ്രധാന കാരണം കുടിയേറ്റമാണ്. അവിടെയുള്ള പല പുരുഷന്മാരും കൂടുതൽ മെച്ചപ്പെട്ട ജോലികൾക്ക് വേണ്ടി രാജ്യം വിട്ടുപോയി. ഇവിടെയുള്ള ജനസംഖ്യയുടെ ഏകദേശം 54% സ്ത്രീകളും ഏകദേശം 46% പുരുഷന്മാരുമാണ്. ഇവിടെയുള്ള സ്ത്രീകൾ സൗന്ദര്യത്തിലും ബുദ്ധിയുടെ കാര്യത്തിലും ഫേമസ് ആണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റുമാണ്. അവർ എഡ്യൂക്കേഷന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതുപോലെ അവരുടെ കൾച്ചറിനോടും പാരമ്പര്യത്തോടുമെല്ലാം നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നവരാണ്. കൂടാതെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരും ഫാമിലി ഓറിയന്റഡുമാണ്. പരസ്യങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം ലാറ്റിൻ സ്ത്രീകളുടെ സൗന്ദര്യവും കഴിവും പ്രകടമാക്കുന്ന ധാരാളം വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെയുള്ള സ്ത്രീകൾ ചിലപ്പോൾ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി നാഷണൽ ബോർഡിന് അപ്പുറമുള്ളവരെ നോക്കാറുണ്ട്. ലാറ്റിൻ ഗ്രാമപ്രദേശങ്ങളിലെ പുതിയ താമസക്കാർക്കും കുടുംബങ്ങൾക്കും അവർ പ്രോത്സാഹനങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. ഉക്രൈൻ കിഴക്കൻ യൂറോപ്പിലാണ് ഉക്രൈൻ സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ ഒരു സ്ഥലം കൂടിയാണിത്. പടിഞ്ഞാറൻ ഭാഗത്തെ കാർപ്പത്തിയൻ പർവ്വതങ്ങളും സൂര്യകാന്തി പൂക്കളുടെ പാടവുമൊക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഏകദേശം 45% പുരുഷന്മാർ മുതൽ ഏകദേശം 54% സ്ത്രീകൾ വരെ എന്ന കണക്കിലാണ് ഇവിടെയുള്ള ജനസംഖ്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ സ്ത്രീകൾ സുന്ദരിമാരും മെലിഞ്ഞവരും നല്ല ഉയരമുള്ളവരുമാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഇവർ ഒട്ടും പിന്നിലല്ല. 25 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളിൽ 58% പേരും യൂണിവേഴ്സിറ്റി ബിരുദം നേടിയവരാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള 10 രാജ്യങ്ങളെയും അവയിൽ അവിടെ താമസമാക്കുമ്പോൾ ഇങ്ങോട്ട് പണം തരുന്ന രാജ്യങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. നിങ്ങൾ വിവാഹം കഴിക്കാത്ത ആളാണെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ ഏത് രാജ്യത്തെ സ്ത്രീ വിവാഹം കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.